നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനിടയിൽ 2020 പൊട്ടിത്തെറിയും രാജിയും. 2020 വനിതാ നേതാവും പൂതൃക പഞ്ചായത്ത് പ്രസിഡന്റുമായ പൂജ ജോമോൻ രാജിവെച്ചു. 2020 NDA പ്രവേശനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു രാജി. ഇതോടെ 2020 പൂതൃക പഞ്ചായത്ത് ഭരണം നഷ്ടമായി. ജയിപ്പിച്ച പ്രസ്ഥാനമാണെങ്കിലും ഇപ്പോഴത്തെ പോക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. സാബു ജേക്കബ് വിളിച്ചിട്ട് രാജിവെക്കുകയാണോ എന്ന് ചോദിച്ചു. രാജിവെച്ച ഒരു മെമ്പർ സ്കൂൾ ബസ് ഇടിച്ച് ഒരു പോറലുമില്ലാതെ മരണപ്പെട്ടുവെന്നും അവരുടെ കുടുംബം നശിച്ചുപോയെന്നും അത് ദൈവം വരുത്താതെ ഇരിക്കട്ടെ എന്നും പറഞ്ഞു. അതൊരു ഭീഷണിയുടെ സ്വരമായിരുന്നു. ഇങ്ങനെ പരോക്ഷമായി പറയുമ്പോൾ പാർട്ടിയിൽ തുടരാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് രാജിവെക്കുന്നതെന്നാണ് വാർത്താ സമ്മേളനത്തിൽ പൂജ ജോമോൻ പറഞ്ഞത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നറുക്കെടുപ്പിലൂടെയായിരുന്നു 2020 പൂതൃക പഞ്ചായത്ത് ഭരണം നേടിയത്. UDFന്റെ 7 മെമ്പർമാരും 2020 7 മെമ്പർമാരും എന്നിങ്ങനെയായിരുന്നു കക്ഷി നില. തുടർന്ന് നറുക്കെടുപ്പ് നടത്തി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇനിയും പല വിക്കറ്റുകളും വീഴാനിരിക്കുന്നതേയുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് മനസ്സിലാകും. സാബു BJPയോടൊപ്പം പോയപ്പോഴേ ഇവരെല്ലാം രാജിവെക്കാൻ ഒരുങ്ങിയതാണ്. പലരും അന്ന് തന്നെ രാജിവെച്ചു. പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറുമൊക്കെ ആയ സ്ഥിതിക്കാണ് രാജിവെക്കാതെ ഇവരൊക്കെ പിടിച്ചു നിന്നത്. ഇവരെ പോലുള്ളവർക്കൊന്നും BJP പാളയത്തിൽ ചെന്നിരിക്കാൻ പറ്റുന്ന കാര്യമല്ല. തേനും പാലും ഒഴുക്കാമെന്ന് പറഞ്ഞാലും എത്ര കോടി കൊടുക്കാമെന്ന് പറഞ്ഞാലും ഇവർക്കൊന്നും BJPയോടൊപ്പം ഇരിക്കാൻ പറ്റില്ല. ഇവരൊക്കെ അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവരാണ്. സാബുവിന്റെ കൂലിക്കാരല്ല. സാബുവിന്റെ വിരട്ടലും ഭീഷണിയും ഒക്കെ വല്ല ബംഗാളികളോടോ വീട്ടിലുള്ളവരോടോ കാണിച്ചാൽ മതി. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ബിഗ് സീറോ ആയി തീരും 2020. 2020 ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അതൊരു കൂട്ടായ്മ മാത്രമാണ്, ഒരു ഉത്സവ കമ്മിറ്റി. രാഷ്ട്രീയ പാർട്ടിയാകാൻ പറ്റുകയുമില്ല. രാഷ്ട്രീയം ഒരു ബിസിനസ് അല്ല സാബു അണ്ണ. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി.